ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ വിപത്തായ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ തവനൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ പോരാട്ടം തികച്ചും വ്യത്യസ്തവും നൂതനവുമായ ഒരു ഇടപെടൽ ആയിരുന്നു. എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഒപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ. ലഹരി വിമുക്ത യുവത, ആരോഗ്യമുള്ള ജനത എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. 2021-22 വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും 50,000 രൂപയും വിമുക്തി ഫണ്ടിൽ നിന്ന് 25,000 രൂപയും ഉപയോഗപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. കുറ്റിപ്പുറം പാലത്തിനു സമീപം നിളാനദീ തീരത്ത് ആകാശത്തേക്ക് വർണ്ണ ബലൂണുകൾ കാറ്റിൽ പറത്തി പഞ്ചായത്തിൻ്റെ ഒപ്പം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനത്തിൻ്റെ വിളംബരം നടത്തി. പഞ്ചായത്തിലുടനീളം ബോധവൽക്കരണ പോസ്റ്ററുകളും ബാനറുകളും സ്റ്റിക്കറുകളും സ്ഥാപിച്ചു. ഈ പദ്ധതിയുടെ ലോഗോ പ്രകാശനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അവർകൾ നിർവഹിച്ചു. തുടർന്ന് പഞ്ചായത്തിൻ്റെ ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഒരു നാട് മുഴുവൻ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാ യോഗങ്ങളിലും ഒപ്പം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ അജണ്ട വെച്ച് ചർച്ച ചെയ്തു. പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് തല സമിതിയും വാർഡ് തല സമിതിയും വിളിച്ചു ചേർത്തു. ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നതിനു വേണ്ടി പോലീസ്, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്തിലെ യുവാക്കൾക്ക് പരിശീലനം നൽകി. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനത്തിനു വേണ്ടി ഗ്രാമസഭകൾ, കുടുംബ സദസ്സ്, സായാഹ്ന സദസ്സ് എന്നിവ സംഘടിപ്പിച്ചു. പഞ്ചായത്തിൻ്റെ ഒപ്പം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എന്ന ഈ പരിപാടി യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, വായനശാലകൾ എന്നിവ ഏറ്റെടുത്തു. ഇവർ ഞങ്ങളും ഒപ്പത്തിനൊപ്പം എന്ന പേരിൽ വിപുലമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ പ്രമുഖരായ കലാകാരന്മാരെ പങ്കെടുപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് നിളാനദിക്കരയിൽ സംഘടിപ്പിച്ച ഒപ്പം ലഹരിവിരുദ്ധ ചിത്രകലാ ക്യാമ്പയിൻ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു പരിപാടിയായിരുന്നു. ഒപ്പം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിലും കോളേജുകളിലും ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജീവിത നന്മകളാണ് ശാശ്വതമായ ലഹരി, സ്മൈൽ ലഹരി വിമുക്ത വിദ്യാലയ ബോധവൽക്കരണ പരിപാടി. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രക്ഷിതാക്കളും ഒന്നടങ്കം ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു സ്മൈൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ എന്ന ഈ പദ്ധതി. ഇതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മികച്ച രീതിയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ലഹരി എന്ന മാരക വിപത്തിൽ നിന്നും യുവാക്കളെ മോചിപ്പിച്ച് അവരെ കായിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി തവനൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു കളിക്കാം കളമൊരുക്കാം ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് പഞ്ചായത്തിലെ യുവാക്കൾക്കിടയിൽ സൃഷ്ടിച്ച ചലനം വളരെ വലുതായിരുന്നു. പഞ്ചായത്തിലെ 49 ടീമുകൾ പങ്കെടുത്ത ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഓരോ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയിരുന്നു. നാട്ടിലെ യുവാക്കൾക്കിടയിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തവനൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഈ ഫുട്ബോൾ മാമാങ്കം സൃഷ്ടിച്ച ഓളം വളരെ വലുതായിരുന്നു. COVID-19 എന്ന മഹാമാരിക്കെതിരെ ഒരു ജനത മുഴുവൻ ഒരുമിച്ച് നടത്തിയ പോരാട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള തവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒപ്പം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ബോധവൽക്കരണ പ്രവർത്തനം തികച്ചും നൂതനവും മാതൃകാപരവുമായിരുന്നു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച തവനൂർ ഗ്രാമപഞ്ചായത്ത് ഈ ബോധവൽക്കരണ ക്യാമ്പയിൻ ഇപ്പോഴും തുടരുന്നു.